ചൈന അമേരിക്കയെ പിടിച്ചു പറിക്കുകയാണെന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുറവിളി. ചൈനയുടെ അപൂർവ ധാതു കയറ്റുമതിയിലെ സമീപകാല നിയന്ത്രണങ്ങൾ ആഗോള വിതരണ ശൃംഖലയിലെ പിടിച്ചു പറിയാണെന്നാണ് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ വാഷിംഗ്ടൺ DC-യിൽ വ്യക്തമാക്കിയത്. ഒപ്പം ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ഉണ്ടായി. മാധ്യമപ്രവർത്തകരോട് ഇരുവരും പറഞ്ഞത് ഗതികേട് കൊണ്ടാണ് പറഞ്ഞുപോയി. ചൈന കഴിഞ്ഞ മാസം തൊട്ടാണ് US-ൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി നിർത്തിയത്. സോയാബീൻ ചൈനക്കാർ വേവിച്ച് കഴിച്ചില്ലെങ്കിലും അവർക്കൊന്നും സംഭവിക്കില്ലെന്ന് ചൈനീസ് ഭരണകൂടം കളിയാക്കുകയും ചെയ്തു. ഇത് അമേരിക്കൻ കർഷകരോടുള്ള ശരിക്കുമുള്ള അവഹേളനമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അപ്പോൾ ഒരടി കിട്ടിയപ്പോൾ ട്രംപിന് ഇതിന്റെ സോയാബീൻ കർഷകരെ ഓർമ്മ വന്നു. തങ്ങൾക്ക് ധാതു വേണമെന്ന് പറഞ്ഞ് US കിടന്ന് കരയുന്നതിലും കാര്യമുണ്ട്. ചിപ്പുകൾ, ബാറ്ററികൾ അടക്കം സുപ്രധാന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലെ പ്രധാന ഘടകമാണ് ഈ ചൈനയുടെ കുത്തകയായ ധാതുക്കൾ. ബാറ്ററികൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ടെലിവിഷൻ, സ്മാർട്ട് ഫോണുകൾ, സോളാർ പാനലുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിലൊക്കെ ഈ ചൈനീസ് ധാതു കൂടിയേ തീരും. ഇതിന്റെ കയറ്റുമതി ചൈന നിർത്തിയാൽ US വലയുമെന്ന് ഉറപ്പായി. ചൈനയുടെ നടപടികൾ പ്രകോപനത്തിന് തുല്യമെന്നാണ് സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. റെയർ ധാതുക്കൾക്കും അനുകൂല സാങ്കേതിക വിദ്യകൾക്കും കഴിഞ്ഞ ആഴ്ച ബീജിംഗ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതിനു ശേഷം US ചൈനയുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനകൾ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഇന്ത്യ-US ബന്ധം വഷളായി സംബന്ധിച്ച് ഒരു പ്രമുഖ ഡെമോക്രാറ്റ് നടത്തിയ പരാമർശങ്ങളും ഇതും കൂടി ചേർത്ത് വായിക്കണം. പ്രമുഖ ഡെമോക്രാറ്റിക് നേതാവായ റഹം ഇമ്മാനുവലാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അടിച്ചെടുക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഇന്ത്യ ബന്ധം തുലച്ചെന്ന്. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും കാത്തു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ബന്ധം ഇല്ലാതാക്കിയെന്ന് രൂക്ഷമായ ഭാഷ. ബറാക് ഒബാമയുടെ മുതിർന്ന ഉപദേഷ്ടാവും ജപ്പാനിലെ US അംബാസഡറുമായിരുന്നു ഇമ്മാനുവൽ. ട്രംപിന്റെ അഹങ്കാരം സുപ്രധാന നയതന്ത്ര ശ്രമങ്ങളെ തടസ്സപ്പെടുന്നതിലേക്ക് നയിച്ചെന്നും നൊബേൽ സമ്മാനം നേടുന്നതിലെ ട്രംപിന്റെ ശ്രദ്ധ ഇന്ത്യയുമായുള്ള ദീർഘകാല വ്യാപാര താല്പര്യങ്ങളെ മറികടന്നെന്നും സഹകരണ സ്നേഹങ്ങളെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് താൻ ഇടപെട്ടു, താൻ മുൻകൈയെടുത്തു എന്ന് ഇന്ത്യയെ കൊണ്ട് പരസ്യമായി പറയിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ അത് നിരാകരിച്ചു. നൊബേൽ സമ്മാനം നരേന്ദ്രമോദി പറയാത്തത് കൊണ്ടാണ് ട്രംപ് ഇന്ത്യയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതെന്നും ഇതൊരു തരം കൊതിക്കറിവാണെന്നും ഇമ്മാനുവൽ പറയുന്നു. പാക് സൈന്യത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തൽ തീരുമാനമെടുത്തതെന്ന് ഇന്ത്യ വാദിക്കുമ്പോൾ കടുത്ത തീരുവകളുടെ ഭീഷണിയോടെ ഇന്ത്യയും പാകിസ്ഥാനെയും ചൊൽപ്പടിയിൽ നിർത്താനായി ട്രംപ് ശ്രമിച്ചു. അതിൽ ട്രംപ് പരാജയപ്പെട്ടു. ഇനി പറയുന്നത് ട്രംപിന്റെ പിടി അഴിഞ്ഞു പോയെന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് ഇമ്മാനുവൽ പറയുന്നത്. ട്രംപിന്റെ ഭരണകാലത്ത് ഉൽപാദനം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ചൈനയ്ക്കെതിരായി ഇന്ത്യയെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള അവസരം അമേരിക്ക നഷ്ടപ്പെടുത്തിയെന്ന് കൂടി ഇമ്മാനുവൽ വാദിച്ചു. US ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്താനുള്ള 40 വർഷത്തെ ഉഭയകക്ഷി ശ്രമങ്ങളെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ വിഷയത്തിൽ ട്രംപ് ഇല്ലാതാക്കിയതെന്നാണ് റഹം ഇമ്മാനുവൽ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ നീക്കത്തിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ 100% താരിഫും നിർണായക സോഫ്റ്റ്വെയർ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. കയറ്റുമതി നിയന്ത്രണങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ചൈനയ്ക്ക് പുതിയ താരിഫുകൾ ഒഴിവാക്കാൻ പറ്റൂവെന്നും തങ്ങൾക്കത് ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കുമെന്നും ഗീർ ഇപ്പോൾ ABC ന്യൂസിനോട് പറഞ്ഞത് ചൈന കേട്ടമട്ടെടുത്തിട്ടില്ല. ചൈനീസ് സർക്കാരിലെ ചിലർ നിരാശാജനകമായ നടപടികളിലൂടെയും സാമ്പത്തിക ബലപ്രയോഗത്തിലൂടെയും ആഗോള സമ്പദ് വ്യവസ്ഥയെ മന്ദഗതിയിലാക്കാൻ ശ്രമിക്കുന്നതാണ് വൈറ്റ് ഹൗസിൽ നിന്നും സ്കോട്ട് ബെസന്റിൽ നിന്നൊക്കെയുള്ള ആ പ്രതികരണം. ഏറ്റവും കൂടുതൽ ദോഷം ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കുമെന്ന് അവർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപൂർവ ധാതു നിയന്ത്രണങ്ങൾ നീക്കിയാൽ ചൈനയുമായുള്ള നിലവിലെ 90 ദിവസത്തെ പരിധിക്കുള്ള ഈ കടുത്ത താരിഫ് നികുതികൾ വേണ്ടെന്ന് വയ്ക്കാൻ അമേരിക്ക തയ്യാറാകുമെന്നും അമേരിക്കയെ കൊണ്ട് അതിന് സാധിക്കുമെന്നും ഒക്കെ ബെസന്റ് പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെ കുറഞ്ഞത് 3 തവണയെങ്കിലും ചൈനയ്ക്ക് അടിച്ചു കൊടുത്ത താരിഫുകൾ അമേരിക്ക പുതുക്കിയിട്ടുണ്ട്, നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് മുന്നിൽ? ചൈന. അതെ, ചൈന തങ്ങളെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നെന്ന് ഇതുകൊണ്ടാണ് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും വ്യാപാര സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. ചൈനക്കിട്ട് 2-3 താരിഫ് അടിച്ചു കൊടുത്തിട്ട് ചൈന നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന് ആണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഗീർ വിളിച്ചു പറയുന്നുണ്ട്. 3 റൗണ്ട് വ്യാപാര ചർച്ചകൾക്ക് ശേഷം ഉദ്യോഗസ്ഥർ വിജയകരമെന്ന് പറയുന്ന US-നുള്ള ടിക്ടോക്ക് കമ്പനിയുടെ വിൽപ്പന ഇതുവരെ നടന്നിട്ടില്ല. തന്ത്രത്തിൽ അടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു ട്രംപിന്റേത്. ടിക്ടോക്കിനെ ചൈനീസ് മാതൃ കമ്പനിയിൽ നിന്നും മാറ്റി
അമേരിക്കയിൽ കൊണ്ടുവന്ന് അമേരിക്കയിൽ ടിക്ടോക്ക് എന്തായിരിക്കും, അമേരിക്കയിലെ മൈക്രോസോഫ്റ്റിന്റെയും അതുപോലെ തന്നെ അമേരിക്കൻ സർക്കാരിന്റെയൊക്കെ ഓഹരിയുള്ള മറ്റു കുത്തക നിക്ഷേപകരുള്ള ഒരു ആയിരിക്കും ഇനി ടിക്ടോക്ക്. പക്ഷേ ട്രംപും ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങും തമ്മിൽ ഒരു ഉച്ചകോടിയിൽ അടുത്ത മാസം ഇക്കാര്യം അന്തിമമായി തീരുമാനിക്കാനിരിക്കുകയായിരുന്നു. ചൈന തങ്ങൾക്ക് ധാതു കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നറിഞ്ഞപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ഒരു അർത്ഥവുമില്ല, ഇനി എന്തിന് ചൈനീസ് പ്രസിഡന്റ് താൻ കാണണം, അതിലൊരു കാരണവുമില്ലെന്ന് ട്രംപ് പറയുകയും ആ കൂടിക്കാഴ്ച ട്രംപ് ഏകപക്ഷീയമായി അങ്ങ് റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ ചൈനയും തീരുമാനിച്ചു ഇനി ട്രംപിനെ കാണേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ ടിക്ടോക്കിന്റെ കാര്യം ചൈനയിൽ ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച